നമസ്കാരം. വീണ്ടും അയോധ്യ വിഷയം പ്രധാന തെരഞ്ഞെടുപ്പ് വിഷയമാക്കി മാറ്റുകയാണ് ബി. ഇതിന്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രഖ്യാപനം തന്നെ ഇപ്പോൾ ദില്ലിയിൽ അമിത്ഷാ ബി.ജെ.പിയുടെ ദേശീയ അധ്യക്ഷൻ നടത്തിയിരിക്കുന്നു. രാമക്ഷേത്രം എവിടെയായിരുന്നു ഉണ്ടായിരുന്നത്, എവിടെയാണോ പൊളിച്ചത് അവിടെ തന്നെ നിർമ്മിക്കും എന്ന രീതിയിലുള്ള പ്രസ്താവനയാണ് ബി.ജെ.പിയുടെ ദേശീയ എക്സിക്യൂട്ടീവ് യോഗത്തിൽ ഇപ്പോൾ ബി.ജെ.പി അധ്യക്ഷൻ അമിത്ഷാ നടത്തിയിരിക്കുന്നത്. 12,000-ഓളം പേർ പങ്കെടുത്തുകൊണ്ട് രാംലീല മൈതാനത്താണ് ബി.ജെ.പിയുടെ ദേശീയ എക്സിക്യൂട്ടീവ് യോഗം നടക്കുന്നത്. ആ എക്സിക്യൂട്ടീവ് യോഗത്തിനകത്ത് കേരളത്തിൽ നിന്നുള്ള 200 പ്രതിനിധികളടക്കം തന്നെ പങ്കെടുക്കുന്നുണ്ട്. ആ പരിപാടിയുടെ ഉദ്ഘാടന പ്രസംഗത്തിൻ്റെ ഭാഗമായിട്ടാണ് അമിത്ഷാ കൃത്യമായി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്വീകരിക്കുന്ന രാഷ്ട്രീയ നിലപാട് സംബന്ധിച്ച് പറഞ്ഞിരിക്കുന്നത്. അമിത്ഷാ രാഷ്ട്രീയപരമായി തന്നെ വിവിധ കാര്യങ്ങൾ എടുത്ത് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഏകദേശം 1 മണിക്കൂറോളം നീണ്ട പ്രസംഗത്തിൽ സംസാരിച്ചത്. വിവിധ കേരളത്തിലെ ശബരിമല വിഷയം അടക്കമുള്ള വിവിധ വിഷയങ്ങൾ അദ്ദേഹം അവിടെ പ്രതിപാദിച്ചു. പന്തളത്ത് കല്ലേറിൽ കൊല്ലപ്പെട്ടുള്ള ചന്ദ്രൻ ഉണ്ണിത്താനും ഒപ്പം തന്നെ തിരുവനന്തപുരത്ത് കൊല്ലപ്പെട്ട ആത്മഹത്യ ചെയ്ത വേണുഗോപാലൻ നായർക്കും അദ്ദേഹം രണ്ടുപേരെയും അനുസ്മരിച്ചു. ഒപ്പം തന്നെ അദ്ദേഹം വിവിധ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള വിവിധ വിഷയങ്ങൾ പറഞ്ഞു. അഴിമതിരഹിത ഭരണം നടത്താൻ വേണ്ടി മോദിക്ക് സാധിച്ചു എന്ന രീതിയിലുള്ള പ്രസ്താവനയായിരുന്നു വളരെ പ്രധാനപ്പെട്ടത്. 5 വർഷത്തിനിടെ അഴിമതി ആരോപണം ഒന്നും തന്നെ മോദിക്കെതിരെ ഉയർന്നിട്ടില്ല. അങ്ങനെ എന്തെങ്കിലും ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ടെങ്കിൽ അതിന് കൃത്യമായി തെളിയിക്കാൻ വേണ്ടി പ്രതിപക്ഷത്തിന് സാധിച്ചിട്ടില്ല. പ്രതിപക്ഷത്തിന് കൃത്യമായ ഒരു നേതാവില്ല. മോദിക്കെതിരെ ഒരു കൂട്ടം ആളുകൾ ഒരു ഐക്യം ഉണ്ടാക്കുന്നുണ്ട്, എന്നാൽ അതിനൊരു നേതാവ് തന്നെ ഇല്ല. ഒരു സ്ഥലത്ത് ഒരു ഭാഗത്ത് മോദിയും ഇപ്പുറത്തെ ഭാഗത്ത് നേതാവില്ലാത്ത ഒരു കൂട്ടം ആളുകളും ചേർന്നാണ് ഈ ഒരു തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്. ഒപ്പം തന്നെ രാജ്യത്ത് നടപ്പാക്കിയ വിവിധ വികസന പദ്ധതികളും അദ്ദേഹം എണ്ണി പറയുന്ന നിലയുണ്ടായി. 2022 രാജ്യത്തെ മുഴുവൻ പൗരന്മാർക്കും വീട് നൽകുമെന്നുള്ള ഒരു പ്രഖ്യാപനവും അദ്ദേഹം നൽകി. പൗരത്വ ബിൽ സംബന്ധിച്ച് രാഹുൽ ഗാന്ധിയുടെ നിലപാട് എന്താണെന്നും അദ്ദേഹം ചോദിക്കുകയുണ്ടായി. തെരഞ്ഞെടുപ്പിന് മുമ്പ് രാജ്യത്തെ പ്രധാനപ്പെട്ട ബി.ജെ.പി നേതാക്കളെല്ലാം തന്നെ ഒരു കുടുക്കുഴിയിൽ കൊണ്ടുവന്നുകൊണ്ട് ഒരു തെരഞ്ഞെടുപ്പ് സ്ട്രാറ്റജി രൂപീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടായിരുന്നു ബി.ജെ.പിയുടെ ദേശീയ എക്സിക്യൂട്ടീവ് യോഗം ചേരുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ എന്ത് വന്നാലും ജയിക്കണം. ഒരു യുദ്ധത്തിൽ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് നമ്മളെല്ലാം തന്നെ അടിമകളായി മാറേണ്ട അവസ്ഥ ഈ രാജ്യത്ത് ഉണ്ടാകും എന്നുള്ള ഒരു കാര്യം തന്നെയാണ് പ്രവർത്തകർക്ക് മുന്നിൽ, നേതാക്കൾക്ക് മുന്നിൽ പ്രധാനമായിട്ടും അമിത്ഷാ ഉയർത്തി കാണിച്ചത്. ഒപ്പം തന്നെ അദ്ദേഹം മുന്നോക്ക സംവരണ ബില്ലുമായി ബന്ധപ്പെട്ടും ഒപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ എടുത്ത് ചൂണ്ടിക്കാട്ടി. നിലവിൽ ബി.ജെ.പി ദേശീയ തലത്തിൽ തന്നെ തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള ചർച്ചകളും സജീവമാക്കിക്കൊണ്ടിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി ഈ 15-ാം തീയതി മുതൽ തന്നെ രാജ്യവ്യാപകമായി മോദിയുടെ അടക്കമുള്ള റാലികൾ സംഘടിപ്പിക്കാനും ബി.ജെ.പി ദേശീയ അധ്യക്ഷൻ ഒപ്പം തന്നെ പ്രധാനപ്പെട്ട ബി.ജെ.പിയുടെ നേതാക്കളെ അവരെല്ലാം തന്നെ മുൻനിർത്തിക്കൊണ്ട് റാലികൾ സംഘടിപ്പിക്കാനാണ് പ്രധാനമായും തീരുമാനമെടുത്തിരിക്കുന്നത്. സുഷമ സ്വരാജ് അടക്കമുള്ളവരെ, അതായത് ബി.ജെ.പിയിൽ ഇപ്പോൾ ഒരു ഐക്കണായി നിലനിൽക്കുന്ന എല്ലാവരും ഉൾപ്പെടുത്തിക്കൊണ്ട് രാജ്യത്തുടനീളം റാലി സംഘടിപ്പിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്കും എത്തിയതായി നമുക്ക് അറിയാൻ സാധിക്കുന്നത്. നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിവിധ കമ്മിറ്റികൾക്ക് രൂപം നൽകിയിരുന്നു. ഇത്തരത്തിൽ ദേശീയ തലത്തിൽ വളരെ മുന്നോക്കം നിൽക്കുക എന്ന രീതിയിൽ തന്നെയുള്ള ഒരു സ്ട്രാറ്റജിയാണ് തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി ഇപ്പോൾ ബി.ജെ.പി രൂപപ്പെടുത്തിയെടുക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് അയോധ്യ വിഷയത്തെ വീണ്ടും സജീവ ചർച്ചയാക്കി മാറ്റാൻ വേണ്ടി തീരുമാനമെടുത്തിരിക്കുന്നത്.